മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷ സമയത്ത് ധാരാളം ദൈവകൃപകൾ കൊണ്ട് നിറയുന്നതിനു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രത്യേക ഗുണവിശേഷമായി ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടേത്. സമാശ്വസിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടേത്. പിതാവായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. പുത്രനായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. പഴയ നിയമ ചരിത്രം മുഴുവൻ സമാശ്വസിപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ഈജിപ്തിൽ ജനങ്ങളുടെ കണ്ണുനീരും അവരുടെ നിലവിളിയും ഉയർന്നപ്പോൾ അവർക്ക് നേതാവായി രക്ഷകനെ അയച്ചു കൊടുത്ത ദൈവമായ കർത്താവ്, മോശയെ അയച്ചു കൊടുത്ത ദൈവമായ കർത്താവ്. പഴയ നിയമചരിത്രത്തിൽ മുഴുവൻ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ആശ്വസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുന്ന, സമാശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിതാവായ ദൈവം എപ്പോഴും നമ്മെ ആശ്വസിപ്പിക്കുന്നു, സമാശ്വസിപ്പിക്കുന്നു. അതുകൊണ്ടാണ് യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ വീണ്ടും നമ്മളിങ്ങനെ വായിക്കുന്നത്: ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. അവരുടെ ദുരിതവും കണ്ണുനീരും കണ്ടുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജനം അടിമത്തത്തിലായി, ജനം ദുരിതത്തിലായി കഴിയുന്ന സമയത്തൊക്കെ ആശ്വാസവുമായി കടന്നു വരുന്ന ദൈവത്തെ ഇസ്രായേൽ ജനം അനുഭവിച്ചറിയുകയാണ്, കണ്ടുമുട്ടുകയാണ്. പ്രവാസത്തിന് ശേഷം ഇതാ ഇസ്രായേൽ നാട്ടിലേക്ക് ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാട് ഇങ്ങനെ പറയുന്നത്: ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. എന്നിട്ട് പറയുകയാണ് 3-ാമത്തെ തിരുവചനം, യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 3-ാമത്തെ തിരുവചനം: മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാക്കും, ദുർഘട പ്രദേശങ്ങൾ സമതലമാക്കും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ,
ദുർഘടമായ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ആശ്വസിപ്പിക്കുന്ന, സമാശ്വസിപ്പിക്കുന്ന ദൈവത്തെ പഴയ നിയമ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. പിതാവായ ദൈവം നമ്മെ സമാശ്വസിപ്പിക്കുന്നു. പുത്രനായ ദൈവവും നമ്മെ ആശ്വസിപ്പിക്കുന്നു, സമാശ്വസിപ്പിക്കുന്നു. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ഉടനീളം ഈ ആശ്വാസത്തിൻ്റെ, സമാശ്വാസത്തിൻ്റെ സന്ദേശമാണ് ഈശോ മുഴുവനായിട്ടും നൽകുന്നത്. ലൂക്കായുടെ സുവിശേഷം എടുക്കുക. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം. നായിനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്നതായി നമ്മൾ വായിക്കുകയാണ്. 7-ാം അധ്യായം ലൂക്കായുടെ സുവിശേഷം 11 മുതലുള്ള തിരുവചനങ്ങൾ. അതിനുശേഷം ഈശോ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും യേശുവിനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് ഈ മകളോട് പറയുകയാണ്, നീ കരയേണ്ട മകളെ. സമാശ്വസിപ്പിക്കുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ വലിയ ഗുണങ്ങളിലൊന്നാണ്, യേശുവിൻ്റെ ആന്തരിക ഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മനസ്സലിവ് കാണിക്കുക എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ആരൊക്കെ കണ്ണുനീരണിയുന്നുണ്ടോ, ആരൊക്കെ വേദനിക്കുന്നുണ്ടോ, അവിടെ സമാശ്വാസത്തിൻ്റെ സദ്വാർത്തയുമായി ഈശോ കൂടെയുണ്ടാകും. അതിന് വലിയ ഉദാഹരണമല്ലേ ഈ നായിനിലെ വിധവയുടെ ഏക മകനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരികെ നൽകുന്നത്. ആ മകളെ കണ്ട് യേശുവിൻ്റെ മനസ്സലിയുന്നു. അവളോട് ഹൃദയത്തിൽ നിന്ന് പറയുന്നൊരു വാക്കാണ് കരയേണ്ട. ആശ്വസിപ്പിക്കുകയാണ്. കരയുന്ന ഒരമ്മയെ, കരയുന്നൊരു വിധവയെ, വേദനിക്കുന്നൊരു മകളെ ഈശോ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്നങ്ങോട്ട് പറയുന്നത് ഇപ്രകാരമാണ്: ഈശോ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടൻ തന്നെ എഴുന്നേറ്റിരുന്നു. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വലിയ നഷ്ടത്തിൻ്റെ, വലിയ വേദനയുടെ, വലിയ ദുഃഖത്തിൻ്റെ നിമിഷത്തിലൂടെയാണ് ഈ വിധവ, ഈ അമ്മ, ഈ മകൾ കടന്നു പോകുന്നത്. ആ സമയത്താണ് ഈശോ അവിടേക്ക് കടന്നു വരുന്നത്. തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നതും പഠിപ്പിച്ചു തരുന്നതും ഇപ്രകാരമാണ്: നീ കണ്ണുനീരണിയുന്നുണ്ടോ? നിന്റെ ഹൃദയം വേദനിക്കുന്നുണ്ടോ? നിന്നെ മറ്റുള്ളവർ തള്ളിപ്പറയുന്നുണ്ടോ? നിന്നെ ഒറ്റിക്കൊടുക്കുന്നുണ്ടോ? നിന്നെ നിശേഷം തകർത്തു കളയുന്നുണ്ടോ? നിന്നെ ഇല്ലാതാക്കുന്ന നിമിഷങ്ങളിൽ പോലും നിന്റെ കൂടെ നിറസാന്നിധ്യമായി ഞാൻ കൂടെയുണ്ട് എന്ന് ഈശോ ഓർമ്മിപ്പിച്ചു തരികയാണ്. സുവിശേഷത്തിലുടനീളം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. തകർന്ന ഹൃദയങ്ങളുടെ പക്കലേക്ക്, പാപാന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവരുടെ പക്കലേക്ക് ഈശോ കടന്നു ചെന്ന് ഈശോ അവരെ സമാശ്വസിപ്പിക്കുന്നു.
എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞുവെങ്കിൽ തൻ്റെ പ്രവൃത്തികളിലൂടെയും വചനങ്ങളിലൂടെയും ഈശോയും തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ സമാശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 8-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെക്കുറിച്ച് വായിക്കുന്നത്. അവനിൽ കുറ്റമാരോപിക്കുന്നതിനു വേണ്ടി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവൻ്റെ മുൻപിൽ നിർത്തുകയാണ്. ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? വലിയൊരു പരീക്ഷണ ഘട്ടത്തിലാണ് ഈശോയെ കൊണ്ടുവന്ന് എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. ഈ മകളെ സമാശ്വസിപ്പിക്കണമോ അതോ മോശയുടെ നിയമം കാക്കണമോ? പ്രിയപ്പെട്ടവരെ, നിയമത്തെ അതിലംഘിക്കുന്ന, നിയമത്തിനേക്കാൾ സാപത്തിനേക്കാൾ മനുഷ്യനാണ് കൂടുതൽ വിലയെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അവളോട് പറയുന്നത്, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം നോക്കുകയാണ് എങ്കിൽ ഇതുപോലെ ആശ്വസിപ്പിക്കുന്ന സമാശ്വാസത്തിൻ്റെ സദ്വാർത്തയുമായി കടന്നു വരുന്ന ഈശോയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു, സമാശ്വസിപ്പിക്കുന്നു. പുത്രനായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെ ആശ്വസിപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് എന്തു ചെയ്യുമെന്നാണ് അവിടെ സൂചന നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് കൺസോളർ എന്നാണ്. ആശ്വസിപ്പിക്കുന്നു എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സുവിശേഷം നൽകുന്ന സൂചന. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മെ സമാശ്വസിപ്പിക്കുന്ന ആത്മാവാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ്. ഈ സമാശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ അപ്പസ്തോല പ്രവർത്തനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതേയുള്ളൂ. അപ്പസ്തോല പ്രവർത്തനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പത്രോസ് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സുവിശേഷ ശുശ്രൂഷയുടെ സമയത്ത് വലിയൊരു തീരുമാനത്തിലേക്ക് പത്രോസ് നീങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹൂദർക്ക് മാത്രമല്ല, വിജാതിയർക്ക് കൂടെ യേശുവിൻ്റെ രക്ഷാസന്ദേശം അവർക്ക് കൂടെ ഉള്ളതാണ് എന്ന് പത്രോസിനെ വലിയ ദർശനത്തിലൂടെ മനസ്സിലാക്കുന്ന രംഗമാണ് അപ്പസ്തോല പ്രവർത്തനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നിർണായകമായ നിമിഷത്ത് പരിശുദ്ധാത്മാവ് പത്രോസിനെ ആശ്വസിപ്പിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു സന്ദേഹവും കൂടാതെ തന്നെ അന്വേഷിച്ചു വരുന്നവരുടെ കൂടെ പോകുവാൻ
എനിക്ക് ആത്മാവിൻ്റെ നിർദ്ദേശമുണ്ടായി എന്നാണ് അപ്പോസ്തല പ്രവർത്തനം 11-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. വലിയ നിർണായകമായ ഘട്ടത്ത് അല്ലെങ്കിൽ വ്യക്തമായ തീരുമാനം എടുക്കേണ്ട സമയത്ത് ഒരു ആശ്വാസദൂതനെ പോലെ പരിശുദ്ധാത്മാവ് നിർദ്ദേശം നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു, പുത്രനായ ദൈവം നമ്മെ സമാശ്വസിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഓരോരുത്തരും ആശ്വാസത്തിൻ്റെ പുത്രന്മാരായി തീരണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശു ശിഷ്യൻ ആശ്വാസത്തിൻ്റെ പുത്രനായി തീരണമെന്നുള്ളതാണ്. അതിനെ ഞാൻ കാണുന്നത് ഇപ്രകാരമാണ്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 36-ാം തിരുവചനം. അവിടെ ബർന്നബാസ് എന്നു പേരായ ഒരു അപ്പസ്തോലൻ അല്ലെങ്കിൽ ബർന്നബാസ് എന്നു പേരായ ഒരു ശിഷ്യനെ കുറിച്ചുള്ള സൂചനകൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ബർന്നബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആശ്വാസത്തിൻ്റെ പുത്രൻ എന്നാണ്. ആശ്വാസത്തിൻ്റെ പുത്രൻ. ബർന്നബാസ് ആശ്വാസത്തിൻ്റെ പുത്രൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ബർന്നബാസുമാരുമായി രൂപാന്തരപ്പെടും. അല്ലെങ്കിൽ ഒരു ബർന്നബാസായി മാറാനുള്ള വിളിയാണ് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ആശ്വാസം സ്വീകരിക്കുകയും മറ്റുള്ളവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരാനുള്ള വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകുന്നത്. പിതാവായ ദൈവം അതാണ് നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നത്. പുത്രനായ ദൈവം നമ്മെ പഠിപ്പിച്ചു തരുന്നത് അതാണ്. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ നയിക്കുന്നതും ആശ്വാസത്തിൻ്റെ പുത്രനായി തീരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോരുത്തരും ആശ്വാസത്തിൻ്റെ പുത്രനും പുത്രിയുമായി തീരുന്നതിന് വേണ്ടിയുള്ള വിളിയാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ആശ്വാസത്തിൻ്റെ പുത്രനായി തീരണമെങ്കിൽ, സമാശ്വസിപ്പിക്കപ്പെടണമെങ്കിൽ, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അപ്പോസ്തല പ്രവർത്തനം 11-ാം അധ്യായം 24-ാം തിരുവചനം സൂചന നൽകുന്നുണ്ട്. അത് ബർന്നബാസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവിടെ 3 കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകുന്നത് ഇപ്രകാരമാണ്. ബർന്നബാസിനെ കുറിച്ച് പറയുന്നത് അവൻ പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും നിറഞ്ഞ നല്ല ഒരു മനുഷ്യനായി തീർന്നു, അല്ലെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യനാണ് ബർന്നബാസ് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി, വിശ്വാസത്താൽ നിറഞ്ഞ വ്യക്തി, അതിനേക്കാൾ ഉപരിയായി നല്ല ഒരു മനുഷ്യനായി തീരുന്ന വ്യക്തി. ഇതാണ് ആശ്വാസപുത്രൻ്റെ പ്രത്യേകതകളായി അപ്പോസ്തല പ്രവർത്തനം നമ്മുടെ മുന്നിലേക്ക് വെച്ചു തരുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായി തീരുക. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ വ്യക്തിക്കാണ് ഒരു ആശ്വാസപുത്രനായി തീരാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ആഴമേറിയ വിശ്വാസവും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആഴമേറിയ വിശ്വാസമുള്ളൊരു വ്യക്തി ഒരു നല്ല മനുഷ്യനായി തീരും എന്നുള്ളതാണ് അപ്പോസ്തല പ്രവർത്തനം നമുക്ക് സൂചനകൾ നൽകുന്നത്. അതുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് അപ്പോസ്തല പ്രവർത്തനത്തിൽ ബർന്നബാസിൻ്റെയും പൗലോസിൻ്റെ കൂട്ടുവേലക്കാരനായിരുന്ന പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും അതോടൊപ്പം പൗലോസിൻ്റെയും ജീവിതത്തിൽ ഈ പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്നതായി, അവരുടെ ശുശ്രൂഷയിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ചെല്ലുന്നിടത്തൊക്കെ ദൈവാത്മാവ് അവരിലും നിറഞ്ഞു, മറ്റുള്ളവരിലേക്കും
ആ ദൈവാത്മാവിൻ്റെ ആശ്വാസം കൊടുക്കാനായിട്ട് സാധിച്ചു. തുടർന്ന് അങ്ങോട്ടുള്ള ശുശ്രൂഷയിൽ മുഴുവനായി അപ്പസ്തോല പ്രവർത്തനത്തിൽ പ്രത്യേകമായി ബർണ്ണബാസും പൗലോസും കൂടി ചെയ്യുന്ന ശുശ്രൂഷകൾ ഈ വിധത്തിലുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുക ആശ്വസിപ്പിക്കുക, സമാശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. പുത്രനായ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആശ്വസിപ്പിക്കുക, സമാശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ആശ്വസിപ്പിക്കുക, സമാശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ ത്രിത്വം വസിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ, ഉദാഹരണത്തിന് ബർണ്ണബാസ് ആശ്വാസത്തിൻ്റെ പുത്രനായതുപോലെ നമ്മളും ആശ്വാസം, സമാശ്വാസം സ്വീകരിക്കുന്നവരും സമാശ്വാസം മറ്റുള്ളവർക്ക് പകരുന്നവരുമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പിതാവായ ദൈവം എന്നിൽ നിറയട്ടെ, പുത്രനായ ദൈവം എന്നിൽ വസിക്കട്ടെ, പരിശുദ്ധാത്മാവായ ദൈവം എന്നെ ആശ്വസിപ്പിക്കട്ടെ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയിൽ പൂർണ്ണമായി നിറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തി ആശ്വാസത്തിൻ്റെ പുത്രനും പുത്രിയുമായി മാറും. ബർണ്ണബാസിനെ പോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിശ്വാസത്തിൽ ആഴപ്പെട്ട് നല്ലൊരു മനുഷ്യനായി ശുശ്രൂഷ ചെയ്യുവാനുള്ള വിളിയാണല്ലോ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ സമാശ്വസിപ്പിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.